കാരണം അതിലിരിക്കുന്ന ജീവനും ഇവളുടെ ഉള്ളിലുള്ള ജീവനും ഒരേ എംബ്രിയോ തന്നെയാണ്. ജീവന്റെ തുടിപ്പിൽ അവയ്ക്ക് തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് അതിനോട് സാധർമ്മ്യം പുലർത്തി പ്രവർത്തിച്ചില്ലെങ്കിൽ വൈകല്യങ്ങൾ ഉണ്ടാവും സന്തതി പരമ്പരകളിൽ. അതിനൊക്കെയാണ് കൂടുതൽ പ്രാധാന്യം. അല്ല കഴിക്കുന്ന വൈറ്റമിൻ ഗുളികയ്ക്കല്ല പ്രാധാന്യം, മനസ്സിന്. എങ്ങനെയാണ് അപ്പോൾ ജീവിക്കേണ്ടത്, എന്തൊക്കെയാണ് ചിന്തിക്കേണ്ടത്, എന്തൊക്കെയാണ് കാണേണ്ടത്, എന്തൊക്കെയാണ് കേൾക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് ശബ്ദിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് അവളോട് വർത്തമാനം പറയേണ്ടത്, ഇങ്ങനെയൊക്കെ മര്യാദകളുണ്ട്. അത് ഗർഭിണിക്കുള്ള സ്വസ്ഥ ചികിത്സ, സ്വസ്ഥ ജീവിതം. ചികിത്സ എന്നതിന് പേര് പറയാൻ പറ്റില്ല, കാരണം ചികിത്സ ശമന പ്രക്രിയയിലേ ഉള്ളൂ. ഇപ്പൊ സ്വസ്ഥ ജീവിതം ഇപ്പൊ പുരുഷന്, സ്ത്രീക്ക്, കുഞ്ഞിന് ഒക്കെ ഉണ്ട്. ഇതാണ് വലിയൊരു ശാഖ, ഒട്ടേറെ ബൃഹത്തായ. അതാ പഠിക്കേണ്ട സത്യത്തിൽ ആരോഗ്യത്തെ കുറിച്ച്. ഇതാണ് ആയുഷ്യാഞ്ച വേദയതി, ആയുസ്സിനെ കുറിച്ച് അറിയുന്നത് ആയുർവേദം. ഈ ഒന്നാം ഭാഗം അതാണ്. അത് ആഹാരം കഴിഞ്ഞാൽ, ജലം കഴിഞ്ഞാൽ, മൈഥുനം കഴിഞ്ഞാൽ ഉറക്കം എങ്ങനെയാ വേണ്ടത്? പകലുറങ്ങാവോ? രാത്രിയിൽ എപ്പോഴൊക്കെ ഉറങ്ങണം? എങ്ങനെ ഉറങ്ങണം? ഉറങ്ങാൻ എങ്ങനെയാണ് കിടക്കേണ്ടത്? അപ്പൊ നിദ്ര, വിഹാരം, വീട് എങ്ങനെയാ ഉണ്ടാക്കണ്ടേ? ഇന്ന് നിങ്ങൾ വീടുണ്ടാക്കുമ്പോ ഉറക്കത്തെ സംബന്ധിച്ചോ ആഹാരം പാചകം ചെയ്യുമ്പോഴുള്ള പ്രത്യേകതകളെ സംബന്ധിച്ചോ ഇരുന്ന് കഴിക്കുന്ന സ്ഥലത്തെ സംബന്ധിച്ചോ ഒന്നുമല്ല ചിന്തിക്കുന്നത്. നിങ്ങൾ വീടുണ്ടാക്കുമ്പോൾ മറ്റുള്ളവൻ കണ്ടാൽ അതിശയപ്പെടണമെന്ന് മാത്രമാണ് ചിന്തിക്കുന്നത്. ചുറ്റുപാടും നിൽക്കുന്നവൻ അസൂയയുണ്ടാകുമ്പോൾ നിങ്ങൾ ഗുണം പിടിക്കാതെ വരുമെന്ന് നിങ്ങൾക്കറിയാം. അതിനുള്ള വീടാണ് ഉണ്ടാകുന്നത്. ഞാൻ ചിരിക്കാൻ പറഞ്ഞല്ലേ. ലോകത്ത് ഏത് മനുഷ്യൻ വീടുണ്ടാക്കിയാലും നോക്കിക്കൊള്ളുക, ചെന്ന് കാണുന്നവനെ അത്ഭുതപ്പെടുത്തി അസൂയ വരുത്തി ആ അസൂയ വലിപ്പമാക്കി അവന് സ്വസ്ഥമായി ജീവിക്കാൻ പറ്റാതെ വരിക. മയന്റെ നിർമ്മാണ പ്രക്രിയയാണ് ആധുനിക ആർക്കിടെക്ചർ. രണ്ട് സൃഷ്ടിതലമാണെന്ന് മയന്റെയും ഒന്ന് വിശ്വകർമാവിന്റെയും. ലോകത്തിലെ ഏറ്റവും വലിയ കൊട്ടാരം പണിതത് മയനാണ്. ഖാണ്ഡവപ്രസ്ഥത്തിൽ ഖാണ്ഡവമെന്ന വനം അഗ്നിക്കരയാക്കി വെട്ടിത്തെളിച്ച് നല്ല ഭൂമിയാക്കി അവിടെ സ്ഥലജല വിഭ്രാന്തി ഉണ്ടാക്കുന്ന ഒരു കൊട്ടാരം പണിത് കൊടുത്തു മയൻ. ഓർമ്മയുണ്ടോന്നറിയില്ല, കേട്ടിട്ടുണ്ടോന്നറിയില്ല. സാക്ഷാൽ ജഗന്നിയന്താവായി നിങ്ങൾ കരുതിപ്പോരുന്ന സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ സാന്നിധ്യത്തിൽ അർജുനനുമായുള്ള എഗ്രിമെന്റിൽ അർജുനന് പണിതുകൊടുത്ത കൊട്ടാരമാണ് ഇന്ദ്രപ്രസ്ഥം. സ്ഥലജല വിഭ്രാന്തി ഉണ്ടാക്കുന്ന ഇന്ദ്രപ്രസ്ഥം. ഫലമോ ഒരു രാജ്യത്തിന്റെ ഭാഗധേയങ്ങളെ മാറ്റിമറിച്ച് കുരുപാണ്ഡവ കുമാരന്മാരുടെ അന്ത്യം കുറിച്ചത് ഈ കൊട്ടാരത്തിൽ നിന്നാണ്. ആരെങ്കിലും സ്വന്തം വിനാശത്തിന് വീട് പണിയോ? മനുഷ്യൻ പണിയും, കുരുപാണ്ഡവന്മാർ പണിയും, നമ്മൾ പണിയും. പണ്ടുള്ളവൻ പണിയില്ല. ആ കഥ പഠിപ്പിച്ചതാണ്. കൊട്ടാരത്തിലേക്ക് രാജസൂയത്തിന് ക്ഷണിച്ചപ്പോൾ നടന്നു പോകുന്ന ദുര്യോധനൻ വെള്ളമാണെന്നോർത്ത് മുണ്ടുപൊക്കിയപ്പോൾ വെള്ളം ഉണ്ടായിരുന്നില്ല. പൊക്കുന്ന കണ്ട് പാഞ്ചാലിയും അർജുനൊക്കെ ഒന്ന് ചിരിച്ചു. നമ്മുടെ സ്ഥലത്തേക്ക് വന്ന് മുണ്ട് പൊക്കിയല്ലോ എന്നോർത്താ ചിരിച്ചത്. കാണാൻ നല്ല രസമായിട്ട് തോന്നി. കുറച്ച് കഴിഞ്ഞപ്പോൾ മുണ്ട് താത്തിയിട്ട് വെള്ളമില്ലെന്നോർത്ത് ഇതാ തിത്തത്തയ്യെന്ന് കഴുത്തറ്റം വെള്ളത്തില്. അപ്പോഴും പൊട്ടിച്ചിരിച്ചു. ആ പൊട്ടിച്ചിരിക്ക് പകരം തീർത്തത് പാഞ്ചാലിയുടെ വസ്ത്രമഴിച്ച് തുടയിൽ താളം തല്ലി പൊട്ടിച്ചിരിച്ചുകൊണ്ടാണ്. ഈ സ്ഥലജല വിഭ്രാന്തി ഉണ്ടാക്കുന്ന കൊട്ടാരമില്ലായിരുന്നെങ്കിൽ വസ്ത്രാക്ഷേപം ഉണ്ടാകുമായിരുന്നില്ല. മനസ്സിലായില്ല? കഥയുടെ മോറൽ അതാണ്. നമ്മളിന്ന് പഠിക്കുന്നതോ
നമ്മുടെ പൂർവികർക്ക് ഏറ്റവും എളുപ്പത്തിൽ കിട്ടുന്നതും വില കുറഞ്ഞതുമായ ഒരു വസ്തുവായിരുന്നു രാജസ്ഥാനിലെ മാർബിൾ. അല്ലേ അല്ലേ? കഴിഞ്ഞ 10-40 നൂറ്റാണ്ടുകൾ പരിശോധിച്ചാൽ ആകെ സപ്താത്ഭുതങ്ങളിൽ ഒന്നായി എണ്ണുന്ന ഷാജഹാന്റെ പ്രിയതമയായ മുന്തസിന്റെ ശവകുടീരത്തിലല്ലാതെ മാർബിൾ കൊണ്ട് ചേർത്ത ഒരു കെട്ടിടം പോലും ഒരു 40 വർഷത്തിനപ്പുറം നിങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ല. ഒരു ക്ഷേത്രവും കരിങ്കല്ലിലല്ലാതെ മാർബിളിൽ പണിതില്ല. ഹോസ്യാല ഡൈനാസ്റ്റിയുടെയും കാക്കത്തീയ ഡൈനാസ്റ്റിയുടെയും ഒന്നും കെട്ടിടങ്ങളും കൊട്ടാരങ്ങളും മാർബിളിലല്ല പണിതത്. കാശില്ലായിട്ട രാജാക്കന്മാർ പണിയാത്തത്. രോഗമുണ്ടാക്കുമെന്നുള്ളത്. അവർക്ക് വിവരമില്ലെന്ന് കണ്ടറിഞ്ഞ് നമ്മൾ മുഴുവൻ മാർബിളാക്കി. ഇപ്പം ഗൗട്ട്, ആർത്രൈറ്റിസ് പണിത് കഴിഞ്ഞ് അതിന്റെ പൊക്കത്തിൽ കാർപ്പറ്റ് ഇട്ടാലേ ഇപ്പൊ ഇരിക്കാൻ പറ്റുള്ളൂ. ഇതിന്റെ വ്യത്യാസം നോക്കുക. അന്ന് മുഗള സാമ്രാജ്യത്തിൽ പോലും മുഗളന്മാരിലെ രാജാക്കന്മാർ അവരുടെ കൊട്ടാരത്തിലിട്ടില്ല. അല്ലെങ്കിൽ നമ്മളും നമ്മുടെ ശവകുടീരങ്ങളാണല്ലോ പണിയുന്നത്. അല്ലേ? ഇവയിലൂടെ ആവാസ വ്യവസ്ഥയിൽ വീട് എങ്ങനെയായിരിക്കണം? അതിന്റെ അകത്ത് വായു സഞ്ചാരമൊക്കെ എങ്ങനെയായിരിക്കണം? എത്ര പ്രകാശം കാലത്തും വൈകുന്നേരവും ഒക്കെ അതിനുള്ളിൽ പ്രവേശിക്കണം? മനുഷ്യന്റെ ആരോഗ്യത്തിൽ ഒരു കാലത്തും മായം ചേരാത്ത ഒരു ആരോഗ്യ വസ്തു ലഭിക്കുന്ന സവിതാവിൽ നിന്നാണ്. അതുകൊണ്ട് സവിതാവിനെ ഭാരതീയർ പൂഷാവ് എന്ന് വിളിച്ചു. പൂഷൻ. ഭാരതീയ വേദാന്തികൾ പറഞ്ഞു, പൂഷൻ ഏകർഷേ യമസൂര്യ പ്രാജാപത്യ വ്യൂഹരശ്മിൻ സമൂഹ തേജോയത്തെ രൂപം കല്യാണതമം തത്തേ പശ്യാമി യോസാവസൗ പുരുഷഃ സോഹമസ്മി. എല്ലാം പോഷിപ്പിക്കുന്നവനാണ്. അവനൊന്ന് കണ്ണടച്ചാലില്ല. അവനിൽ നിന്നാണ് ഈ ലോകത്തിന് വേണ്ടുന്ന ആഹാരവും പ്രാണവായുവും മുഴുവൻ കിട്ടുന്നത്. ഇലയിൽ അവൻ പണിതിട്ടാണ്. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് മഞ്ഞപ്പിത്തമൊക്കെ വന്നാല് പണ്ടുകാലത്തെ വൈദ്യന്മാര് കാലത്തത്തെ ഇളവയിലേക്ക് കൊണ്ട് കിടത്തി വാഴയില കൊണ്ട് മൂടി പിടിക്കും. അപ്പൊ അവന്റെ രശ്മികൾ വരും. ഇൻഫ്രാറെഡ് വികിരണങ്ങൾ, ഫാർ ഇൻഫ്രാറെഡ് വികിരണങ്ങൾ മാറും. ഇപ്പൊ അതിന് ലൈറ്റൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ആശുപത്രികളിൽ. അല്ലേ? ആശുപത്രികളിൽ ഇപ്പൊ അതിന് ലൈറ്റൊക്കെ ഉണ്ടെന്ന്. അതടിച്ചു മാറ്റും. പണ്ട് കാലത്ത് ഇങ്ങനെ ചെയ്തിരുന്നത്. അപ്പൊ ഈ സൂര്യൻ മോളിൽ നിന്ന് തരുന്നൊരു നല്ലതുണ്ട്. അതെങ്ങനെ ജീവിക്കുന്ന സ്ഥലത്ത് വീഴാം, എത്രത്തോളം വീഴണം, ഏതളവിൽ വീഴണം, എപ്പോഴൊക്കെ അകത്തേക്ക് വരണം. അപ്പോ വിഹാരങ്ങൾ, വീടുകൾ പണിയുമ്പോൾ അത് ചെയ്തോര്. അതറിയുന്നവനാ തച്ചൻ. അവിടെ 4 പാദമുണ്ട്. തച്ചൻ, ഉടമസ്ഥൻ, തക്ഷകൻ, സൂത്രഗ്രാഹി എന്നൊക്കെ പറയും. അവിടെ 4 പാദമാണ്. ഭാരതീയ വൈജ്ഞാനിക ശാഖയ്ക്കെല്ലാം 4 പാദമാണ്. വൈദ്യശാസ്ത്രത്തിലും 4 പാദമാണ്. ഭിഷഗ്വരൻ, രോഗി, പരിചാരകൻ, ഔഷധം 4 പാദമാണ്. കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ്, ചതുർദ്ധാംശങ്ങൾ. ഒരു പ്രതലത്തെ 4ആയി തിരിക്കുന്ന പോലെ എക്സോ എക്സ് ഡാഷ്, എക്സോ വൈ, വൈയോ എക്സ് ഡാഷ്, എക്സ് ഡാഷോ വൈ ഡാഷ്, വൈ ഡാഷോ എക്സ്. 4 ചതുർദ്ധാംശങ്ങൾ. എല്ലാ ഭാരതീയ വൈജ്ഞാനിക ശാഖയിലും റെനെ ഡെക്കാർട്ടിന്റെ ഈ ചിന്താ മാതൃക നമുക്ക് കാണാം. അപ്പൊ അവിടെ അതുകൊണ്ട് തച്ചൻ ഈ ശാസ്ത്രത്തിലെല്ലാം നിഷ്ണാതനായിരിക്കണം. ജ്യോതിശാസ്ത്രത്തെക്കുറിച്ചും വൈദ്യശാസ്ത്രത്തെക്കുറിച്ചും ഭൗമശാസ്ത്രത്തെക്കുറിച്ചും ഔഷധവീര്യമുള്ള വൃക്ഷങ്ങളെക്കുറിച്ചും
പഴയ വീടൊക്കെ പൊളിക്കുമ്പോൾ നോക്കിയാൽ കാണാം മൺചാരായിട്ടിട്ട പടികളൊക്കെ എല്ലാ തടി കൊണ്ടുമല്ല. ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, ഉണ്ടോ? ഇല്ല. ഒരിക്കലും ചെതലെടുക്കാത്തൊരു തടി കാണാം തൊടുപുഴയൊക്കെ. പേരെന്തോ നിങ്ങൾ പറയാ? തമ്പകല്ല, ആഞ്ഞിലിയല്ല, പൂവല്ല, തേക്കുമല്ല, ആര്യവേപ്പുമല്ല. അതിന്റെ പൂവ് നല്ല മധുരമുള്ളതാണ്. നിങ്ങളുടെ ഈ വനത്തിലൊക്കെ ഉണ്ട്. അത് ഡയബറ്റീസിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. അല്ല, ഞാനല്ല, ഞാവലല്ല, കൂടമല്ല, അല്ല, ചെറിയ ചെറിയ പൂവാണ്, മുന്തിരിങ്ങ പോലെ ഇരിക്കും. കാപ്പി ഒരു തടിയുണ്ടോ? വലിയ ഉള്ള തടി. നമ്മൾ വട്ടം പിടിച്ച ഞാവലല്ല, നമ്മൾ വട്ടം പിടിച്ചാൽ ഈ വനത്തിലൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. ഏതാ? ഇലഞ്ഞിയല്ല, കലയോ അല്ല. അതിന്റെ പേര് നിങ്ങളുടെ നാട്ടിൽ എന്ത് പറയുന്ന അറിയാൻ മേലാത്തതുകൊണ്ടാണ്. അതായത് ഇതിന്റെ പൂവ് ഉന്നമല്ല, വളരെ ഭംഗിയായി ഉപയോഗിക്കുന്ന ഒരു ഔഷധമാണ്. ഇതിന്റെ തടി കൊണ്ടാണ് മിക്കവാറും ഇരുത്തി എന്നാണോ അവിടെ പറയാ, അരപ്ലൈസൊക്കെ മുകളിലിടുന്നത്. അതിന് നല്ല എണ്ണയുണ്ട്. അതിന്റെ എണ്ണ അല്ല, അതിന്റെ എണ്ണ മാത്രമായിട്ട് എടുക്കും. കണയെണ്ണയിലേക്കൊക്കെ ഉപയോഗിക്കുന്ന അതിന്റെ എണ്ണയാണ്. ഇരിപ്പ എന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയും. ഇരിപ്പ, അതിന്റെ കാതൽ. ഇലിപ്പ എന്നും ചില സ്ഥലങ്ങളിൽ പറയും. ഇവിടെ എന്താ പേര് പറയാന്ന് എനിക്കറിയില്ല. ഇരുവൂള് വേറെ, ഇരിപ്പ തന്നെ. ഇലിപ്പ തന്നെ. അതിന്റെ പൂ നല്ല ഔഷധമാണ്. ഡയബറ്റീസിനൊക്കെ വളരെ ഗംഭീരമായ ഔഷധമാണ്. പഞ്ചസാരയിലെ 5 എണ്ണത്തിൽ ഒന്നതാണ്. പഞ്ചസാര എന്ന ആയുർവേദത്തിൽ കാണുന്നത് നമ്മൾ ഈ കരിമ്പീന്ന് എടുക്കുന്ന സാധനമല്ല, 5 സാരങ്ങളാണ്. പഞ്ചസാര ചേർക്കാൻ പറഞ്ഞാൽ ഉടനെ പഞ്ചസാര മേടിച്ച് ചേർക്കും. അല്ല, ഇതിന്റെ 5 എണ്ണത്തിന്റെ സാരം. അതിലൊന്ന് ഇരിപ്പയുടെ പൂവാണ്, ഇരിപ്പപ്പൂവ്. അപ്പൊ വീടിന് എങ്ങനെയുള്ള തടിയാണ് അവിടെ ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് പൂമുഖവാതിലിൽ ഉപയോഗിക്കേണ്ടത്, അതിൽ നിന്ന് വരുന്ന രശ്മി സമൂഹങ്ങൾ തടിക്ക് അത് മരിച്ചു കഴിഞ്ഞാലും നിലനിൽക്കുമോ, അതെങ്ങനെയാണ് മനുഷ്യനെ ബാധിക്കുന്നത്? ചില തടിയെ ചാരി നിന്നാല് ദേഹം മുഴുവൻ ചൊറിയും, ചിലത് വീർക്കും, അല്ലേ? ഇപ്പൊ എല്ലാ തടി എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ തടി വെട്ടിക്കൊണ്ടുപോയി സോമില്ലിട്ട് അവിടുന്ന് വാങ്ങിച്ചാൽ പോരാ. പണ്ടങ്ങനെ ആരും വാങ്ങിച്ചിരുന്നില്ല. അവന് ജീവിക്കാനെന്നുള്ള, എന്നും അവന് ജീവിക്കാനുള്ള, അവന്റെ കുഞ്ഞുങ്ങൾക്ക് ജീവിക്കാനുള്ള തടി ഏത് കാലത്ത് വെട്ടണം, എങ്ങനെ ഉപയോഗിക്കണം, ഇതെല്ലാം അടങ്ങുന്നത് സ്വസ്ഥവൃത്തത്തിലെ വിഹാരരംഗത്തിന്റെ രംഗമാണ്. അപ്പൊ എന്റെ വിഹാരം വെറുതെ പണിതാ പോരാ. ഇന്ന് ആ ഒരു പ്ലാൻ മതി, പിന്നെ എന്തെങ്കിലും ഒന്ന് കാട്ടിക്കൂട്ടിയാൽ മതി, അല്ലേ? പണിയുമ്പോ 12 വയസ്സിന് താഴെയുള്ള ഒരു കുഞ്ഞ് മൂലകളില്ലാത്തൊരു വീട്ടിൽ നിന്നാൽ കാലാന്തരത്തിൽ അപസ്മാരം പോലെ വരും. അതായത് 90 ഡിഗ്രി ജോയിന്റ് ഇല്ലെങ്കിൽ, മൂലയില്ലെങ്കിൽ. ഇപ്പൊ പുതുതായിട്ട് പണിയുമ്പോ അഷ്ടകോണാകൃതിയൊക്കെ ഉണ്ട്, അല്ലേ? വീടിന് സപ്തകോണാകൃതിയുണ്ട്. ചതുഷ്കോണമല്ലാതെ പണിയുന്നതിലൊക്കെ മൂലയുണ്ടാവില്ല. എങ്ങനെ വരുന്നത്? ഇങ്ങനെ ഇരിക്കും, 130 ഡിഗ്രിയിലിരിക്കും. അവിടെ ഒരു കുഞ്ഞിനെ എടുത്ത് അമ്മ തന്നാൽ കുഞ്ഞ് കരച്ചിൽ നിർത്തില്ല. കാരണം കുഞ്ഞിന് ഭയം ഉണ്ടാവും. ഒരു ഭിത്തി തേക്കുമ്പോൾ അതിന് ചെരിവുണ്ടെങ്കിൽ അതിന്റെ അടുക്കലെത്തുമ്പോൾ കുഞ്ഞിന് ഭയം ഉണ്ടാവും. കാരണം കുഞ്ഞിന് ജനിതകത്തില് അതിന്റെ അപകടത്തെ പറ്റിയുള്ള സ്മരണ കടന്നു വരികയും അതതിന്റെ മസ്തിഷ്കത്തെ ബാധിക്കുകയും ചെയ്യും. അപ്പൊ ഇത് പണി തീർക്കുമ്പോ കാശ് വെറുതെ മുടക്കി എന്തെങ്കിലും വാരി തേച്ചു വെച്ചാൽ പോരാ.
ഇങ്ങനെ വളരെ വിപുലമായ ഒരു ശാഖയാണ്. ഇതൊക്കെ ഇടിയും മിന്നലും കണ്ട് പേടിച്ചവൻ എഴുതിയല്ലേ അല്ലേ? ഇതിന്റെ അടിസ്ഥാനത്തിലാ പണ്ട് തച്ചനിരുന്ന് കണക്ക് കൂട്ടിയിരുന്നത്. കോസ് 45 സൈൻ 45 ടാൻ 45 ഒക്കെ ഇത്രയും നീളം ഒരു കഷ്ണത്തിൽ അവൻ അത്ഭുതകരമായി രൂപപ്പെടുത്തുമ്പോ നിങ്ങൾക്ക് ടേബിൾ വേണം എഞ്ചിനീയർക്ക്. മനസ്സിലായില്ല? അവന്റെ തോത് എഞ്ചിനീയറുടെ കയ്യിൽ എത്ര നേരം വേണം? അവന് 1/√2 1/√2 1/√2 ആണല്ലേ? അല്ലേ? സൈൻ 45 കോസ് 45 ടാൻ 40 1/√2 1/√2 1 √2 √2 1 അങ്ങനല്ലേ? അങ്ങനല്ലേ? ഓർമ്മയില്ല? ഗണിതശാസ്ത്രം ഓർമ്മയുണ്ടെങ്കിൽ സീക്കന്റും കൊസീക്കന്റും കോട്ടുമൊക്കെ ഒരു തച്ചന്റെ കയ്യിൽ എങ്ങനെയാണ് അത്ഭുതകരമായി രൂപാന്തരപ്പെട്ടത്, അതിനെ എങ്ങനെ മനുഷ്യ ജീവിതത്തോട് അവൻ ചേർത്ത് വെച്ചു, അവന്റെ ആരോഗ്യ പ്രശ്നങ്ങളുമായി അതിനെ എങ്ങനെ ചേർത്ത് അവൻ പഠിച്ചു. നിങ്ങളുടെ ഈ സ്കൂളുകളും നിങ്ങളുടെ കോളേജുകളും ആ വലിയൊരു ശാസ്ത്രശാഖയെ നശിപ്പിച്ചാണ് ഇന്ന് വലിയ ഡിഗ്രികളും തന്ന് നിങ്ങളെ പുറത്തേക്ക് വിട്ടത്. വീട് പണിയുമ്പോ ആരോഗ്യവുമായ ഒരു പ്രശ്നമുണ്ടെന്ന് ഇപ്പൊ ചിലരൊക്കെ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് അല്ലേ? ബാംഗ്ലൂർ എങ്ങാണ്ട് ഹ്യൂമൻ റിസോഴ്സിന്റെ പേരില് ഒരു പുതിയ വാസ്തു എന്നൊരു കോഴ്സൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്നു ഇല്ലേ? ഇവിടെ ആറന്മുളയിലുണ്ടെന്നു ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് വളരെ വിപുലമായ ഒരു ശാസ്ത്രശാഖയാണ് ഈ സ്വസ്ഥവൃത്തം. അത് മാത്രം പഠിച്ചാൽ മതി, മര്യാദയോടുകൂടി ജീവിച്ചാൽ മതി, ഒരു രോഗം ഉണ്ടാവില്ല. അത് ആയുസ്സിനെ കുറിച്ചുള്ള ശാസ്ത്രം. ഇങ്ങനെയുള്ള ആധുനിക വിജ്ഞാനത്തില് ഇപ്പോഴെങ്കിലും ആധുനിക വിജ്ഞാനത്തിൽ ഇങ്ങനൊരു ശാഖ, രോഗം വരുന്നതിന് മുമ്പ് ആരോഗ്യത്തോടുകൂടി ഇരിക്കാൻ വേണ്ടിയുള്ള ജീവിതചര്യയും ആരോഗ്യത്തോടുകൂടി ഇരിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങളും ആരോഗ്യത്തോടുകൂടി ഇരിക്കുന്നവന് വേണ്ടുന്ന വീടും അവന്റെ ഇരിപ്പിടങ്ങളും സജ്ജമാക്കുന്ന ഒരു ശാസ്ത്രശാഖ ഇന്നെങ്കിലും ആധുനിക വിജ്ഞാനത്തിൽ കേട്ടിട്ടുള്ളവരുണ്ട്. ഇപ്പോഴെങ്കിലും ആധുനിക ആർക്കിടെക്ചറിൽ, ആധുനിക എഞ്ചിനീയറിംഗില്, ആധുനിക വ്യവസായങ്ങളില്, ആധുനിക വീട് നിർമ്മാണത്തില്, ആധുനിക കട്ടിലുണ്ടാക്കുന്നതില്, വെറുതെ ഇപ്പൊ ആശുപത്രിക്ക് 1000 കട്ടിൽ വേണം. 1000 കട്ടില് വില കൂടുതൽ തടിക്കാണോ, 1000 കട്ടില് വില കൂടുതൽ റബ്ബറിന്റെ തടിക്കാണോ, മറ്റേനാണോ, അതുപോലെ ഇരുമ്പിനാണോ, അതുപോലെ അലുമിനിയത്തിനാണോ, ഏതാണെന്ന് നോക്കി നമുക്ക് ഓർഡർ കൊടുക്കാമെന്ന് ചിന്തിക്കുകയാണോ? അതല്ല, ഇതേ കിടത്തി ചികിത്സിച്ചാൽ രോഗം മാറുകയില്ലെന്ന് ചിന്തിച്ചിട്ടാണോ കട്ടിലിന് ഓർഡർ കൊടുക്കുന്നത്? ചോദ്യം മനസ്സിലായില്ലേ? ചിന്തിച്ചിട്ടാണോ? ഇത്രയും നിങ്ങൾ പുരോഗമിച്ചിട്ടൊന്നും നിങ്ങളുടെ ചിന്തയിലില്ലേ? നിങ്ങൾ വലിയ പുരോഗമിച്ചില്ലേ? നിങ്ങളുടെ ആശുപത്രിയിലേക്ക് കട്ടിലെടുക്കുമ്പോൾ അതേ കിടത്തിയാൽ രോഗം കൂടും, അതുകൊണ്ട് അത്തരം കട്ടില് പറ്റിയില്ല. നിങ്ങൾ വലിയ വിവരമുള്ളവരല്ലേ? എന്നിട്ടില്ലെന്നാ പറയുന്നത്. ആവിലിന്റെ തടിയിലാണോ, പ്ലാവിന്റെ തടിയിലാണോ, വേങ്ങയുടെയാണോ, കഴനിയുടെയാണോ, ഏത് തടിയിലാണ് രോഗിക്ക് ഇന്ന രോഗം കുറയുക? പഠനമുണ്ടോ? പഴയ ആശാരിക്കറിയാവോ? അപ്പൊ അവന്റെ വിവരമില്ലായ്മയാണ് നമ്മുടെ ഈ കളസോയിട്ട് നടക്കുന്ന വിവരമുള്ളവന്റെ വിവരത്തെക്കാൾ. വേദം എന്ന് പറഞ്ഞാൽ എന്നോട് ദേഷ്യം വരുവോ? ഈ ആദ്യത്തെ വിവരം, ഈ കളസമിട്ടവന്റെ വിവരം കാശിന് മാത്രമേ ഉള്ളൂ, ജീവിക്കാൻ കൊള്ളില്ല. മറ്റവന്റെ വിവരമില്ലായ്മ ജീവിതത്തിന് കൊള്ളാം. ദേഷ്യം വരുന്നുണ്ടല്ലേ?
ദേഷ്യം വരുന്നുണ്ട്. നല്ല ദേഷ്യം വരുന്നുണ്ട്. മുഖത്തൊക്കെ നോക്കിയിട്ട് അറിയാം ഇറങ്ങിപ്പോകാൻ പറ്റുമോ എന്നറിയില്ല. പുറകിൽ വാതിലില്ലെന്നാണ് തോന്നുന്നത്. പുറകിൽ വാതിലില്ല. നിങ്ങൾ സൂക്ഷിച്ചോണം. ഞാൻ എങ്ങനെയെങ്കിലും മുങ്ങും. ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ ഒരുപാട് പഠിച്ചില്ലേ, ഒരുപാട് റിസർച്ച് നടത്തിയില്ലേ? ഈ ലോകത്തിലുള്ള ഭൂമിയിലെ സകല പദാർത്ഥങ്ങളും മൺചട്ടിയിൽ കൊണ്ടുവന്ന് വെച്ച് അതിൽ പരീക്ഷണങ്ങൾ നടത്തിയില്ലേ? കോടിക്കണക്കിന് രൂപ റിസർച്ചിന് വിനിയോഗിച്ചില്ലേ? എന്തേ മനുഷ്യ ജീവിതത്തിന് വേണ്ടുന്ന ഈ റിസർച്ച് നടത്തിയില്ല? നടത്തിയതിനെയൊക്കെ എന്നിട്ടും നിങ്ങൾ എന്തേ പുച്ഛിച്ചു? അപ്പൊ ഒരു ചെടി കുഴിച്ചു വെക്കുമ്പോ അതിന്റെ ഉപയോഗം, ഒരു ആഹാര പദാർത്ഥം എടുക്കുമ്പോ ഏത് മാസത്തിൽ ഏതെല്ലാം ഇലകൾ ഉപയോഗിക്കാം, ഏത് ഉപയോഗിക്കരുത്, ഏതെല്ലാം ഇലയിൽ വിഷമുണ്ട്. പ്രകൃതി കാണുന്നതെന്ന് പറഞ്ഞാൽ എല്ലാ ഇലയും എല്ലാ കാലത്തും തിന്നാൻ പറ്റില്ല. മുരിങ്ങയില കർക്കിടക മാസം തിന്നാൻ പറ്റില്ല. ഇലക്കറി നല്ലതെന്ന് പറഞ്ഞ് അപകടമാണ്. അപ്പൊ ഏതൊക്കെ ഇലകൾ ഏതൊക്കെ കാലത്ത് ഉപയോഗിക്കാം? ഇങ്ങനെ എത്ര വിപുലമായ ഒരു ശാഖയാണ് ആയുസ്സിനെ കുറിച്ച്. ഇതൊന്നും രോഗത്തെക്കുറിച്ചല്ല, ആരോഗ്യത്തെക്കുറിച്ച് മാത്രം. ആദ്യത്തെ ചർച്ച ആരോഗ്യം. കാരണം അവരുടെ സ്വപ്നം ആരോഗ്യമാണ്, രോഗമല്ല. ആരോഗ്യത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടും ചിന്തിച്ചിട്ടും മാത്രമാണ് അവർ രോഗത്തെപ്പറ്റി ചിന്തിച്ചത്. അതാണ് ആയുഷ്യാൻച. സമയം എന്തായി? 4:40. 20 മിനിറ്റ് കൊണ്ട് രണ്ടാം ഭാഗം ഓടിച്ചെങ്കിലും തീർക്കണം. 5 മണി വരെയാണ് നിങ്ങൾ സമയം തന്നത്. ഇനി അത് കൂടുതൽ ഇരിക്കാമെന്ന് നിങ്ങൾ പറഞ്ഞാലും നിവർത്തിയുമില്ല. 6 മണി വരെയാണ്. 6 മണി വരെയാ? എന്നാ കുഴപ്പമില്ല, എന്നാ സമയം പേടിക്കാൻ. അപ്പോ നമ്മളുടെ ആഹാരം, നമ്മുടെ നീഹാരം, നമ്മുടെ മൈഥുനം, നമ്മുടെ നിദ്ര, നമ്മൾ ജീവിക്കുന്ന വീട്, നമ്മുടെ വീട്ടിന് ചുറ്റും വെച്ചുപിടിപ്പിക്കേണ്ട ചെടികൾ, ഇനി മരങ്ങൾ തന്നെ വീട്ടിൽ എവിടെയൊക്കെയാ നിൽക്കണ്ടേ? ഏതൊക്കെ മൂലകളിൽ നിന്നാലാണ് അവയൊക്കെ പ്രയോജനപ്രദമാകുന്നത്? എന്തൊക്കെ മരങ്ങൾ വേണം? അത്തിയും ഞാവലും കരിങ്ങാലിയും ഒക്കെ വെച്ചുപിടിപ്പിക്കുമ്പോൾ അവയ്ക്കൊക്കെയുള്ള സൗഭഗം എന്താണ്? അവയിൽ തട്ടിവരുന്ന കാറ്റിന്റെ ഗുണങ്ങൾ എന്താണ്? അവയുടെ ഇല, തണ്ട്, പൂവ്, കായുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഇങ്ങനെ വളരെ സങ്കീർണവും വളരെ വിപുലവുമായ ഒരു ശാഖ ആയുസ്സിനെ കുറിച്ച്. 2 അനായുഷ്യാൻച, അനായുസ്സിനെ കുറിച്ച്. ഈ ആയുസ് 120 വരെ എത്തിക്കാൻ തത്രപ്പെടുന്ന ആനന്ദത്തിന് വേണ്ടിയാ. ജീവിക്കാൻ ആഗ്രഹിക്കുന്ന അത്രയും ആനന്ദത്തിന് വേണ്ടിയാ. അല്ല ചുമ്മാ ഉന്തിയും തള്ളിയും പോകാൻ വേണ്ടിയല്ല. അവിടെ ഒരു പ്രാർത്ഥിക്കുകയില്ല, ഈ ജീവിതം എനിക്ക് എന്തിനു തന്നു ആണ്ടി വടിവേലാണ്, ഈ ജീവിതം ഒരു 1000 എണ്ണെങ്കിൽ തന്നാട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് കയ്യും കൂപ്പി. കാരണം വെച്ചാൽ അത്ര സുഖമാണ് ഈ ഭൂമിയിലെ ജീവിതം. ആരോഗ്യം ഉണ്ടെങ്കിൽ. അപ്പോ ആരോഗ്യം നേടാൻ കഴിഞ്ഞില്ല കുറെ പേർക്ക്. ഏതോ ജീവിതചര്യയിൽപ്പെട്ട് കുറെ ജന്മന, കുറെ ബാല്യകാലത്ത് കൗമാരഭൃത്യം, ബാല്യത്തിലുണ്ടാകുന്ന രോഗങ്ങളാണ്. കുറേയുണ്ട്. രണ്ട്, ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഒരുപാട് ജീവികളുണ്ട്. അവയൊക്കെ ദംശിക്കുമ്പോൾ വിഷമുണ്ടാവും, ദംഷ്ടം. അവയുടെ വിഷം നമ്മുടെ ആയുസ്സിനെ ബാധിക്കും. ജീവൻ രക്ഷപ്പെടുത്തിയാൽ പോരാ, ആയുർദൈർഘ്യം പൂർണ്ണമായി കിട്ടണം. ഒരു പാമ്പ് കടിച്ചു എന്നോർത്ത് താൽക്കാലികമായി അവിടുന്ന് രക്ഷപ്പെട്ടാലും ആ വിഷം
ശരീരകലകളിൽ എങ്ങനെ കിടക്കും? പട്ടി കടിച്ചാൽ എങ്ങനെ കിടക്കും? സ്വഭാവത്തിൽ മാറ്റം വരുമോ? കണ്ണിന്റെ കാഴ്ചശക്തിക്ക് മാറ്റം വരുമോ? മറ്റ് രംഗങ്ങളിലൊക്കെ മാറ്റം വരുമോ? ഇതിന് ഒരു പഠനമുണ്ട്. ദംഷ്ട്രത്തെ കുറിച്ച് ബാക്കി കേൾക്കാമെന്ന് തോന്നുന്നു. ഇപ്പൊ വേഗങ്ങളെ കുറിച്ചും മറ്റും അനേക ജീവജാലങ്ങളുണ്ട്. പാമ്പ്, തേള്, എലി, എട്ടുകാലി, ഈ ജീവികളൊക്കെ കടിക്കുമ്പോൾ ഓരോ തരം സ്രവമാണ് ശരീരത്തിൽ കയറുന്നത്. അത് ശരീരത്തിലെ ഓരോ ധാതുവിനോടും എങ്ങനെ പ്രവർത്തിക്കും? ത്വക്കിൽ എങ്ങനെ പ്രവർത്തിക്കും? മജ്ജയിലും മാംസത്തിലുമൊക്കെ എങ്ങനെ പ്രവർത്തിക്കും? അതിനുപയോഗിക്കേണ്ട ഔഷധങ്ങൾ ഏതാണ്? അഗത തന്ത്രത്തെക്കുറിച്ച് ദംഷ്ട്രം. പിന്നെ മനുഷ്യന്റെ ജീവിതത്തില് ഒരു നല്ല ഭാഗമാണ് ദമ്പതിക്രിയ. അതതിന്റെ ആനന്ദത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യുന്നത് എങ്ങനെ? അതിനെ എങ്ങനെ തന്റെയും സമാജത്തിന്റെയും ഉത്കർഷത്തിന് ഉപയോഗിക്കാം? അത് ദൃശ്യമല്ലെങ്കിൽ വാചീകരണം. കഴുത്തിന് മുകളിലേക്ക് വരുന്ന രോഗങ്ങൾ, അത് ഊർധ്വാംഗം. അതുപോലെ തന്നെ ആയുസ് പൂർണ്ണമാക്കുന്നതിന് ഈ രോഗങ്ങളിൽ നിന്ന്, ജരാനരകളിൽ നിന്നൊക്കെ എങ്ങനെ മോചനം നേടാം? അത് രസായനം. ഇങ്ങനെ ശാഖകൾ. ശാഖ എത്ര കൂടുന്നു നോക്കുക പഠനത്തിൽ. ഇതൊക്കെ പ്രത്യേകം ശാഖകളാണ്. പ്രത്യേകം ഔഷധവിധികളുണ്ട്. പ്രത്യേകം നിഷ്ഠകളുണ്ട്. അതിലേറ്റവും സങ്കീർണമായ നിഷ്ഠകളോട് കൂടിയതാണ് രസായന വിധിയുടെ ലോകം. അവിടെ വാർദ്ധക്യം ചെറുപ്പമായി മാറുകയാണ്. 120 വരെ എത്താൻ കണ്ണ് 72-ലും 80-ലും ഒക്കെ എങ്ങനെയാണ് നല്ല കാഴ്ചയുള്ളതായിട്ട് നിൽക്കുക? ചെവിക്ക് എങ്ങനെയാ നല്ല കേൾവി ഉണ്ടാവുക? അതൊക്കെ ആ വിദ്യയോട് ബന്ധപ്പെട്ട് വരും. അപ്പൊ ഇങ്ങനൊരു ശാഖ. ഇത്തരം 8 അംഗങ്ങൾ വീണ്ടും ചികിത്സാശാസ്ത്രത്തെ ഔഷധങ്ങളോട് ചേർത്ത് വ്യവച്ഛേദിച്ചുകൊണ്ട്, അനായുസ്സിനെ പറയുമ്പോൾ രോഗം വന്നുകൊണ്ടാ ചികിത്സിക്കാൻ പോകുന്നത്. ഇത് ബാല്യത്തിൽ രോഗം വന്നാലും രോഗമുണ്ട്, അതുകൊണ്ടാണ് ചികിത്സിക്കേണ്ടത്. കൗമാരത്തിൽ വന്നാലും യൗവനത്തിൽ വന്നാലും വാർദ്ധക്യത്തിൽ വന്നാലും അതിന് ഔഷധം വേണം. ചികിത്സയ്ക്ക് 2 അംശങ്ങൾ അതുകൊണ്ടുണ്ട്. ഒന്ന് ഭേഷജം, 2 ഔഷധം. രോഗങ്ങൾ അത്രയും ആവിർഭവിക്കുന്നത് പൂർവജന്മകൃതമായ പാപങ്ങളിൽ നിന്നാണ്. അതാണ് ആയുർവേദത്തിന്റെ സിദ്ധാന്തം. പൂർവജന്മകൃതം പാപം വ്യാധിരൂപേണ ജായതേ. ഇത് സംജ്ഞ. ഇവിടെ എന്താ പാപം? രാമകൃഷ്ണനും ഗോപാലകൃഷ്ണനും ഒന്നിച്ച് ജീവിക്കുമ്പോൾ രാമകൃഷ്ണൻ ഗോപാലകൃഷ്ണനിൽ നിന്ന് കുറെ കാര്യങ്ങൾ തന്നോട് അരുത് എന്നാഗ്രഹിക്കുന്നുണ്ട്. മനസ്സിലാവുമെന്നറിയില്ല. ഗോപാലകൃഷ്ണൻ തന്നോട് ഇന്നതൊന്നും ചെയ്യരുതെന്ന് രാമകൃഷ്ണൻ ആഗ്രഹിക്കുന്നുണ്ട്. തിരിച്ച് രാമകൃഷ്ണനും അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. ശരിയല്ലേ? ഇപ്പൊ 2 വ്യക്തികളോ 2-ൽ കൂടുതൽ വ്യക്തികളോ ചേർന്ന് ഇടപഴകി ജീവിക്കുമ്പോൾ ഒരു വ്യക്തി തന്നോട് മറ്റേ വ്യക്തിയോ മറ്റുള്ളവരോ
എന്ത് ചെയ്യരുതെന്ന് ആഗ്രഹിക്കുന്നുവോ അത് തന്നെ തനിക്ക് ചെയ്യേണ്ടി വന്നാൽ അത് പാപം. മനസ്സിലായില്ല? ഇത്രയേ ഉള്ളൂ പാപത്തിന്റെ നിർവചനം. അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ, അതായത് ഞാനിരിക്കുമ്പോൾ എന്നോട് എന്റെ അമ്മ ഇങ്ങനെയാവരുത്, അച്ഛൻ ഇങ്ങനെയാവരുത്, മക്കൾ ഇങ്ങനെയാവരുത്, എല്ലായിടത്തും എന്നോട് അരുതെന്ന് പറയുന്നതെല്ലാം ഞാൻ അന്യരോട് ചെയ്യരുത്. ചെയ്താൽ പാപിയായി. ആരോഗ്യത്തിന്റെ രഹസ്യവും ഇവിടെയാണ്. ചെയ്താൽ അപ്പോൾ തന്നെ അത് രേഖപ്പെടുത്തി മസ്തിഷ്കത്തിൽ. മസ്തിഷ്ക പര്യങ്കദേശം തപിക്കും. അങ്ങനെ അവർ പറയുന്നത്. സ്റ്റൈലിയുടെയും ലിവിയുടെയും ഭാഷ ഉപയോഗിച്ചാൽ അവിടെ ഒരു സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യും. ആധുനിക ഭാഷ ഏതാണ്? ഇത് വൈദ്യശാസ്ത്രത്തിലേക്ക് ഇപ്പോഴും വന്നിട്ടില്ല. നിങ്ങളുടെ ഓഫീസുകളിലൊക്കെ ഇതിപ്പോ വന്നു തുടങ്ങിയിട്ടുണ്ട്. സ്ട്രെസ് മാനേജ്മെന്റ് അല്ലേ? അല്ലേ? മോഡേൺ സ്ട്രെസ് മാനേജ്മെന്റ്. വിവേകാനന്ദ കേന്ദ്രയും മറ്റും സ്മെറ്റ് കോഴ്സുകൾ നടത്തുന്നു. സ്മെറ്റ്, SMET, സ്ട്രെസ് മാനേജ്മെന്റിന്റെ കോഴ്സുകളാണ്. കാരണം സ്റ്റെല്ലയും ലെവിയും പറയുന്നത് there are two types of stress. ഒന്ന് ഡിസ്ട്രസ്, the other is eustress. കേട്ടിട്ടുണ്ടോന്നറിയില്ല. ഒന്ന് സന്താപം, മറ്റൊന്ന് സന്തോഷം. രണ്ടും രോഗമുണ്ടാകും. അതുകൊണ്ടാണ് ഗീതയും മറ്റും പറയുന്നത് ഹർഷ അമർഷ ഭയോദ്വേഗൈ മുക്തോയ സജമേ പ്രിയ. ഹർഷവും അമർഷവും രണ്ടും വിപരീതമാണ്. ആനന്ദവും വേണ്ടെന്ന, കൂടുതൽ സുഖവും വേണ്ട, ദുഃഖവും വേണ്ട. ആരോഗ്യത്തെ ബാധിക്കും. ഒരുപാട് സന്തോഷിക്കുമ്പോഴും നമ്മുടെ നെർവുകളൊക്കെ വലിഞ്ഞു മുറുകും, ദുഃഖിക്കുമ്പോഴും വലിഞ്ഞു മുറുകും. അതുകൊണ്ട് അച്ഛനും അമ്മയൊക്കെ പറയും, എടാ ഒരുപാട് ചിരിക്കാതെ, കാരണം ചിലപ്പോൾ ഹൃദയമൊക്കെ നിന്നു. ഇപ്പൊ ഡിസ്ട്രസും യൂസ്ട്രസും അവർ കണ്ടെത്തി. പാപങ്ങളുടെ സമയങ്ങളിൽ അത് രേഖപ്പെടുത്തുന്നത് തന്റെ തന്നെ മസ്തിഷ്ക പര്യങ്കദേശത്തായതുകൊണ്ട്. തന്റെ തന്നെ മസ്തിഷ്ക പര്യങ്കദേശം, ഹൈപ്പോതലാമസ്, അതവിടെ ഒരു സ്ട്രെസ് ഉണ്ടാക്കും. ഒരു ചാലക ശക്തിയായി പ്രവർത്തിക്കും. അവിടുന്ന് ഒരു വൈദ്യുത സർജനം ഉണ്ടാവും. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും പിന്നിൽ ഈ വൈദ്യുതിയുണ്ട്. ആ വൈദ്യുതി അസമീകരിച്ചാൽ ഉന്മാദമാവും, അപസ്മാരമാവും, ഗ്രാൻഡ്മാലും പെറ്റിറ്റ്മാലും ഒക്കെയാവും. ആധുനികനും അങ്ങനെയാണ്. അത് നമ്മുടെ ജനിതകത്തിൽ സൂക്ഷിച്ചു വയ്ക്കും ആ ഓർമ്മകൾ. തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് പോലും അത് രോഗമായി പടരും. അതുകൊണ്ടാ ചോദിക്കുന്നത്, കുടുംബവൃക്ഷത്തിന്റെ ഏതെങ്കിലും കണ്ണിയില് ഭ്രാന്തുണ്ടായിരുന്നോ? ചോദിക്കില്ലേ? എവിടെയെങ്കിലും അപസ്മാരം ഉണ്ടായിരുന്നോ? കുടുംബവൃക്ഷം, ഫാമിലി ട്രീ. കാരണം ആ പാപം കൈമാറി വന്നിട്ടുണ്ടോ? അതിന്റെ ആവർത്തനമുണ്ടോ? ജനിതക കലകളിൽ ഈ രോഗമുണ്ടോ? ഇന്നിപ്പോ ജനറ്റിക്കൽ എഞ്ചിനീയറിംഗ് വളരെ വികസിച്ചിട്ടുണ്ട്. ജനിതക കോശങ്ങളിലേക്ക് മനുഷ്യൻ സംഗീതവുമായി വരെ കടന്നു ചെന്നിട്ടുമുണ്ട്. ഇപ്പൊ വളരെ പണ്ട് എഴുതിയ ഈ പുസ്തകങ്ങളിൽ പൂർവജന്മകൃതങ്ങളായിരിക്കുന്ന പാപങ്ങൾ എന്ന് പറഞ്ഞാൽ എന്റെ പൂർവജന്മം ഈ നിമിഷം വരെ ആ ജനിതകത്തിൽ മാറിയും മറിഞ്ഞും രേഖപ്പെടുത്തിയവയാണ് എന്റെ രോഗമായി വരുന്നത്. അതുകൊണ്ട് രോഗം ഇല്ലാതിരിക്കണമെങ്കിൽ പാപം ഇല്ലാതിരിക്കണം. എന്നോട് മറ്റുള്ളവർ ചെയ്യരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതൊന്നും മറ്റുള്ളവരോട് ഞാൻ ചെയ്യരുത്. ഇത്രയും മര്യാദ വേണം.
ഇനി സംസ്കൃതത്തിൽ പറയും ആത്മന പ്രതികൂലാനി പരേശന്ന സമാചരേ. ആരോഗ്യം വേണമെങ്കിൽ വ്യാസൻ ആത്മന പ്രതികൂലാനി പരേശാൻ ന സമാചരേ. എനിക്കിഷ്ടമല്ലാത്തതൊന്നും ഞാൻ മറ്റുള്ളവരോട് ചെയ്യരുത്. ചെയ്യുന്നതോ തിരിച്ചു. അപ്പൊ ഈ പൂർവജന്മകൃതമായ പാപങ്ങള് മാറണമെങ്കിൽ ഒന്ന് ഔഷധം, രണ്ട് ഭേഷജം. എന്താ ഭേഷജം? ഞാൻ എന്റെ പിതൃപിതാമഹന്മാരിൽ നിന്ന് ആട്ടിത്തെളിച്ചു കൊണ്ടുവന്നതാണ് എന്റെ ബീജം, എനിക്ക് കാരണമായ വസ്തു. അവരുടെ ആനന്ദവും അവരുടെ പ്രതീക്ഷയും അവരുടെ സങ്കല്പനങ്ങളും എല്ലാം ആ ആഹൂതിയിലുണ്ട്. വൈദിക ഭാഷ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ, ബൃഹദാരണ്യകം പറഞ്ഞാൽ പിതൃബീജമാകുന്ന ഹോമദ്രവ്യവും മാതൃഗർഭാശയമാകുന്ന ഹോമകുണ്ഡവും അതിലർപ്പിച്ച് കാതോട് കാതോരം പറയുന്ന സ്ഫുലിംഗങ്ങളും നിറഞ്ഞ ആ ഹവിസിൽ നിന്നാണ് ഞാൻ ഉത്പന്നമായത്. അതിലെ എന്റെ അച്ഛന്റെ സങ്കല്പനങ്ങൾ, എന്റെ അമ്മയുടെ സങ്കല്പനങ്ങൾ, എന്റെ അച്ഛന്റെ അച്ഛന്റെയും അതിനപ്പുറമുള്ള പിതൃപിതാമഹന്മാരുടെയും സങ്കല്പനങ്ങൾ, അവയൊക്കെ സാർത്ഥകമാക്കാനുള്ള ഇരണം, പിതൃ ഇരണം ഞാൻ എത്ര ചെയ്തു. അതിനുള്ള പിതൃയജ്ഞം എത്ര. ഞാൻ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ നല്ലപോലെ മാറ്റുന്നുണ്ട്, തിന്നുന്നുണ്ട്. ഞാൻ പാടത്ത് പണിയെടുക്കുന്നില്ല, കപ്പ നടാൻ പോകുന്നില്ല. ഈ ഭൂമിയിൽ വേണ്ടവന് വീട് കെട്ടിയുണ്ടാക്കി താമസിക്കുന്ന സാമൂഹ്യ ജീവിയായ മനുഷ്യന് ആഹാരം മറ്റു ജീവികളുടെ മാതിരി പറമ്പിൽ നിന്നും പാടത്തു നിന്നുമൊക്കെ പുല്ലും വൈക്കോലും ഒക്കെ പറിച്ചു നിന്നല്ല. അവൻ പാചകം ചെയ്ത് ജീവിക്കുന്നതിന് വേണ്ടുന്ന ഭക്ഷണം ഓഫീസുകളിലെ ഫയലുകളിൽ നിന്നോ സാങ്കേതിക വിദ്യകളിൽ നിന്നോ മന്ത്രിമാരുടെ ഭരണങ്ങളിൽ നിന്നോ ഒരു മനുഷ്യനും ജീവിക്കാനുള്ള ഒരു കപ്പക്കിഴങ്ങ് പോലും ഉണ്ടാവില്ല. സന്യാസിമാർക്കുള്ളതും ഉണ്ടാവില്ല. അതിലൊരുപാട് നരന്മാരുടെ യജ്ഞമുണ്ട്. എന്റെ സമസൃഷ്ടങ്ങളുടെ അധ്വാനമുണ്ട്. ഞാനിതെല്ലാം വാങ്ങി ആഹരിക്കുമ്പോൾ ഞാൻ അവിടെ എന്തു കൊടുത്തു എന്ന ഇർണം ബാക്കിയാണ്. കടം. ഭൂതയജ്ഞം. എന്റെ സമസൃഷ്ടങ്ങളോടും മറ്റ് ജീവികളോടും അതിനാട്ടിത്തെളിച്ച കാളയും പശുവും എല്ലാം അടങ്ങുന്ന ജീവജാലങ്ങളോട് ഒന്നിച്ച് ഭൂതയജ്ഞം. എനിക്കിത് പറയാൻ നാവ് പൊങ്ങുന്നതിനാക്കിയൊരു വിദ്യയുണ്ട്. അത് ആർക്കോ അറിയുന്നത് എനിക്ക് പകർന്നു തന്നതുകൊണ്ടാണ് എനിക്കറിയുന്നത്. ആ അറിവിനോട് എനിക്കൊരു കടപ്പാടുണ്ട്. അത് ഋഷിയജ്ഞം. ഇങ്ങനെ 3 യജ്ഞങ്ങളുണ്ട് ശ്രുതിയിൽ. 1 2 പിരിച്ച് 2 കൂടെ സ്മൃതിയിലുണ്ട്. അങ്ങനെ പഞ്ചമഹായജ്ഞങ്ങൾ. നൃയജ്ഞവും ദേവയജ്ഞവും. നമുക്ക് 3 ശ്രുതിപ്രകാരം പഠിച്ചാൽ മതി. ആ യജ്ഞങ്ങളെ സമർത്ഥമായി നിർവഹിക്കുന്ന ചാരുതയുള്ള ദാനവും അഹിംസയും സത്യവും അസ്തേയവും അപരിഗ്രഹവുമൊക്കെ ഭേഷജം. പണ്ടുകാലത്ത് പശുവിനെ കറന്നാല് ആദ്യത്തെ 15 ദിവസത്തെ പാല് കറന്നെടുക്കുകയില്ല. മനസ്സിലായെന്നറിയില്ല. അത് കുട്ടി വേണ്ടത്ര കുടിച്ചു കഴിഞ്ഞ് ബാക്കി പാല് കറന്ന് പച്ചയ്ക്ക് ഉറക്കുകയുള്ളൂ, തിളപ്പിക്കില്ല. അത് തിളപ്പിച്ച് കുടിച്ചാൽ ബുദ്ധിമാന്ദ്യം ഉണ്ടാവും. കാരണം പശുവിന് പ്രകൃതി ഒരു അനുഗ്രഹം കൊടുത്തിട്ടുണ്ട്.
കള്ളനായ മനുഷ്യൻ അതിന്റെ കുട്ടിക്ക് കുടിക്കാൻ കൊടുക്കാതെ ആദ്യത്തെ പാല് കറന്ന് അവന്റെ കുട്ടിക്ക് കൊടുത്താൽ അവന്റെ കുട്ടി മന്ദബുദ്ധിയായി പോകട്ടെ എന്ന് അനുഗ്രഹിച്ചിട്ടുണ്ട്. ബുദ്ധിമാന്ദ്യം വരുന്നൊരു കെമിക്കൽ അതിനകത്ത് വേർതിരിക്കാം. ആധുനിക ബയോകെമിസ്ട്രിയിൽ അത് വേർതിരിച്ചെടുക്കാം, വിഷമമൊന്നുമില്ല. ഉണ്ട് 15 ദിവസത്തേക്ക് അത് കുടിക്കരുത്. അതിന്റെ കുഞ്ഞിന് ആദ്യം കുടിക്കേണ്ടതാണ്. ഉണ്ട് പണ്ടുള്ളവൻ നോക്കിയിരിക്കും അതിന്റെ കുഞ്ഞിന് 15 ദിവസം കുടിക്കാൻ. അവൻ മിത്തിക്കലായി പറയും. പൗരാണിക കാലത്ത് പശുവിനെ വളർത്തുന്നവനൊക്കെ അബോധ പ്രബോധനമുണ്ട്. അബോധ പ്രബോധനം. മലയാളം നിങ്ങൾക്ക് മനസ്സിലാവില്ല, അതുകൊണ്ട് ഇംഗ്ലീഷ് പറയാം, മിത്ത്. നിങ്ങളെല്ലാം ഇപ്പം മലയാളം കുരച്ച് പറയുന്നവരാണല്ലോ. മലയാളം മനസ്സിലാവുമെന്ന് തോന്നുന്നില്ല അല്ലെ? അതുകൊണ്ട് ഇംഗ്ലീഷ് മിത്ത്, മിത്തിക്കൽ നോട്ട്സ്. പശു പ്രസവിക്കുമ്പോൾ കുട്ടിയെ പ്രസവിച്ചാല് അച്ഛനും അമ്മയൊക്കെ ബാക്കി പിള്ളേരോട് പറയും, കയറി പോരെ, അവിടെ നോക്കണ്ട, ലക്ഷ്മി കണ്ണെഴുതിക്കണം. നരച്ചവര് കേട്ടിട്ടുണ്ടാവും. ആ കുഞ്ഞിനെ ലക്ഷ്മി വന്ന് കണ്ണെഴുതിക്കും, അല്ലെങ്കിൽ കണ്ണ് വെളുത്തിരിക്കും. അത് കുത്തുകയും തൊഴിക്കുകയൊക്കെ ചെയ്യും വളർന്നു വരുമ്പോൾ. പ്രകൃതിയുമായി അത്രയും ബന്ധം പുലർത്തിയ മനുഷ്യന്റെ മിത്തിക്കൽ കൺസെപ്റ്റ്സില് അവൻ ആദ്യത്തെ 15 ദിവസത്തെ പാല് വിശ്വാസപൂർവ്വം ഉപയോഗിക്കില്ല. 15-ാം ദിവസം കുളിച്ച് കറന്ന് പാലുമായിട്ട് തൊഴുപുഴ ശ്രീകൃഷ്ണന്റെ അമ്പലത്തിൽ പോകും എന്നല്ലേ, മുഴുവൻ കറന്നുകൊണ്ട് പോകും. അല്ലാതെ ആദ്യത്തെ ചുര കറന്നെടുക്കുകയും ബാക്കി ഹോട്ടലിൽ കൊടുക്കുകയല്ല. ഇപ്പൊ അങ്ങനെ ഒരു സൂത്രപ്പണി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഭഗവാനും ഹോട്ടലിലും 50-50. വല്യമാരി ചെല്ല് കൊണ്ടുവന്ന് എനിക്കറിയാം, അതുകൊണ്ട് പറഞ്ഞ. കാരണം 5 കുപ്പിയും 10 കുപ്പിയും ഒക്കെ ഭഗവാനും കൊണ്ടുപോയി കൊടുത്താൽ നമ്പൂരി കുടിക്കുകയല്ലേ. ഇപ്പൊ അതിലും എളുപ്പം ഹോട്ടലിൽ നിന്ന് തന്നെ വാങ്ങിച്ച് അമ്പലത്തിലോട്ട് കൊടുത്താൽ മതി എന്നാണ് കമ്മിറ്റിക്കാർ തന്നെ പറയുന്നത്. ചിലർ പറയുന്നത് പൈസ ഇവിടെ തന്നാൽ മതി, പാലൊക്കെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളാം. വിശ്വാസത്തിന് വന്ന മാറ്റം. ഈ പാല് കറന്ന് അവിടെ കൊണ്ടുപോയി നിവേദിച്ച് കഴിഞ്ഞ് കൊണ്ടുവരുമ്പോ അവിടെ നിൽക്കുന്നവർക്കൊക്കെ കൊടുക്കും. ഇപ്പൊ ആരും കാണാതെ ഓടുക, എന്നാലും പ്രാകുന്നുണ്ട്. കാരണം അത് മുഴുവൻ ശാന്തിക്കാരനെടുത്ത് കുറച്ച് തന്നുള്ളൂ. മറ്റങ്ങനല്ല, അയാളോട് അങ്ങോട്ട് പറയാ ആവശ്യത്തിനെടുത്തോളാൻ, കുറച്ച് മതി, വീട്ടിലാരുമില്ല, കുറച്ച് മതി. പോരുന്നൊഴുകി കുട്ടികൾക്കൊക്കെ കൊടുക്കും. വീട്ടിൽ കൊണ്ടുവന്നാൽ വൃക്ഷങ്ങളുടെയൊക്കെ ചോട്ടിലൊഴിക്കും. കുളങ്ങളിലും കിണറുകളിലും നദികളിലും വരെ ഒഴിക്കും. കാരണം ഈ പ്രകൃതിയുമായി അവനുള്ള ബന്ധം, അതിന്റെ ഭാവാത്മകത. എന്റേതല്ല ഇതൊന്നും എന്നുള്ള അവന്റെ വ്യക്തമായ അവബോധം. കാശ് കൊടുത്ത് വാങ്ങിച്ചതുകൊണ്ട് ഞാൻ ഉടമസ്ഥനല്ല, ഇതെന്റേതാണെന്ന് വിചാരിച്ചിരിക്കുന്ന നാളെ രാവിലെ സത്തു പോയാൽ എന്റെ അല്ലല്ലോ. മനസ്സിലായില്ല? ഒരു ക്യാൻസർ മതി, ഒരു തലനീരിറങ്ങിയാൽ മതി, ഒരു പനി വന്നാൽ മതി, ഈ സാമ്രാജ്യത്തിനകത്ത് ഞാൻ ഒന്നുമല്ല. അതിനകത്ത് ഞാൻ ചവിട്ടിയരച്ച പുഴുവും ഞാനും തുല്യം. എന്റെ സാമ്രാജ്യത്തിൽ ഞാൻ ചവിട്ടിയരച്ച് കൊന്ന പുഴു, ഒരട്ട, തൂത്തെറിഞ്ഞ ഒരട്ട, അതിനേക്കാൾ ജീവന് വലിയ തുടിപ്പൊന്നും എന്നിലുമില്ല. ഒരു ചെറിയ തുമ്മൽ വന്നാൽ മതി. ഈ ഒരു അവബോധം മാനവനെ മാധവനാക്കുന്ന ഈ ഒരു അവബോധം അന്നുണ്ടായിരുന്നു. ഒരു ചക്ക പറിച്ചാലും മുറിച്ച് അയലോക്കൊക്കെ കൊടുക്കും. ഇല്ലേ ഇല്ലേ ഇല്ലേ? ഇന്ന് ഫ്രിഡ്ജിലോട്ട് വെക്കും. 2 തട്ടിനകത്ത് മാറി മാറി വെക്കും. ചിലപ്പോ ഇവനും അതിനകത്ത് കയറിയിരുന്ന് തിന്നും. പരുവത്തിലാണ്. അവസാനം ഇതെല്ലാം തിന്നു കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഇവൻ മഹാരോഗിയായി. മറ്റുള്ളവന് കൊടുക്കാതെ തിന്ന് കേരളത്തിലെ 10 പേരിൽ 4 പേർ ഡയബറ്റിക് രോഗികളാണ്. ഏതാണ്ട് 20 ദിവസം മുമ്പുള്ള എറണാകുളത്ത് നിന്നുള്ള ഒരു ഡയബറ്റീഷ്യന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. കേരളത്തിലെ 25% പേർ ഡയബറ്റിക്കുകളാണ്. എത്ര പേരുടെ പൊത്തിയിട്ടുണ്ട് ഇവനെന്ന് ഡയബറ്റിക് നോക്കിയാൽ ഉറപ്പാണ്. ഭാര്യ സ്വസ്ഥമായി കഴിക്കാൻ സമ്മതിക്കാത്തവർ, ഭർത്താവിന് നേരെയവേ കൊടുക്കാത്ത ഭാര്യ. പണ്ട് സ്ത്രീകൾക്കുണ്ടായിരുന്നില്ല ഡയബറ്റീസ്, ഇപ്പൊ കൂടുതലും അവർക്കാണ്.
കാരണം അവര് മുമ്പ് നന്നായി വെച്ച് വിളമ്പി കൊടുത്തിരുന്നു, അതുകൊണ്ട് ഇവർക്ക് രോഗം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അവര് വെച്ച് ആദ്യം തന്നെ തിന്നുകയാണ്, അതുകൊണ്ട് അവർക്കേ ഉള്ളൂ ഡയബറ്റീസ്. നമുക്ക് തീരെ ഇഷ്ടപ്പെടാൻ വഴിയില്ല, പറയാതിരിക്കാൻ എനിക്കും ആവില്ല. ഇത് കഴിക്കണമെങ്കിൽ ഒരു അനുഗ്രഹം വേണം, ഉണ്ടാക്കിയാൽ പോരാ. എല്ലാം സമ്പാദിച്ചു വെച്ചു, ഒരു വസ്തു വായിലിട്ട് കഴിക്കാൻ പറ്റില്ല, പിന്നെ എന്തിനാ ഈ സമ്പാദ്യം? വലിയ സാമ്രാജ്യങ്ങളുടെ അധിപതികൾ കഴിക്കാനൊരു സാധനം എടുത്താൽ ഭാര്യ കയ്യെ പിടിക്കും, അയ്യോ കഴിക്കരുത്, ഡയബറ്റിക്. മക്കൾ പറയും അച്ഛൻ കഴിക്കണ്ട മധുരം. തിരുപ്പതി ലഡ്ഡുവാ, പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഭഗവാന്റെ മുമ്പിൽ പോവും, വലിയ മുഴുത്ത ലഡ്ഡുവാണ്, കണ്ട് വെള്ളം ഇറക്കാവുന്നല്ലാതെ കഴിക്കാൻ പറ്റില്ല. വെള്ളം ഇറങ്ങുന്നതോടെയോ ഷുഗർ കൂടുകയും ചെയ്യും. വെള്ളം ഇറങ്ങിയാൽ മതി, ഷുഗർ കൂടും. കഴിക്കണ്ട, കണ്ടാ മതി. ഷുഗർ പേഷ്യന്റ് കഴിച്ചിട്ട് മാത്രമല്ല കൂടുന്നത്, മധുരപലഹാരങ്ങൾ കണ്ടോണ്ടിരുന്നാലും മതി, അവന് ഷുഗർ കൂടും. അതാ മനസ്സ്. ഒന്ന് ആലോചിച്ചു നോക്കി. അപ്പൊ അതുകൊണ്ട് പ്രകൃതിയോട് ബന്ധപ്പെടുമ്പോൾ ഭേഷജം എന്നൊരു കൽപ്പനയുണ്ട്. വീട്ടിനകത്തും പുറത്തും ജനങ്ങളോട് ഇടപെടുമ്പോഴുമൊക്കെ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എങ്ങനെയാണ് ദാനം ചെയ്യേണ്ടത്, എങ്ങനെ ദാനം ചെയ്താൽ രോഗം കുറയും. ദാനം എന്ന് കേൾക്കുമ്പോ അമ്പലത്തിൽ കാണിക്ക മണ്ഡപം പണിയുന്നതും മോസ്ക് പണിതു കൊടുക്കുന്നതും പള്ളിക്ക് എന്താ പേര് പറയാ, കാണിക്കപ്പെട്ടി പണിതു കൊടുക്കുന്നതും ഒന്നുമല്ല. തിരിച്ചിങ്ങോട്ട് തരാൻ യാതൊന്നും ഇല്ലാത്തവന് ഒന്നും പ്രതീക്ഷിക്കാതെ അങ്ങോട്ട് കൊടുക്കുന്ന ദാനം. അനുപകാരിണി ദീയതേ അനുപകാരിണി ദേശേ കാലേ ച പാത്രേ ച തദ്ദാനം സാത്വികം മതം എന്ന പഴയമാണ്. ഇത് മാത്രമേ ദാനമുള്ളൂ. രാഷ്ട്രീയ നേതാവ് വീട്ടിലിപ്പോ കൊടുക്കുന്ന പിരിവോ, സന്യാസിക്ക് കൊടുക്കുന്നതോ, അതുമല്ലെങ്കിൽ സ്ഥലത്തെ വലിയ മാന്യനായ ഒരാൾ വരുമ്പം വിളിച്ചു കയറ്റിയിരുത്തി നല്ലപോലെ ഭക്ഷണം കൊടുക്കുന്നതോ ഒന്നും ദാനമല്ല. അതൊക്കെ ചൂണ്ടയാ. ചെറുത് കൊടുത്ത് വലുത് വാങ്ങിക്കുക. അതൊന്നും പുണ്യത്തിൽ പെടില്ല, പാപത്തിലും പെടില്ലെന്ന് സമാനിക്കാം. പക്ഷെ പുണ്യത്തിൽ പെടണമെങ്കിൽ ഇങ്ങോട്ടൊന്നും കിട്ടാൻ വഴിയില്ലാത്തവന് സ്വന്തം സ്വത്വം ഉപേക്ഷിച്ച് അവന്റെ സ്വത്വത്തെ കയറ്റിവെച്ച് കൊടുക്കുന്നതാണ് ദാനം. അങ്ങനെ കൊടുക്കാനാ പണ്ടുള്ളവർ ഇഷ്ടപ്പെട്ടത്. അത് ഭേഷജം, രോഗം വരാതിരിക്കാൻ, ഉണ്ടെങ്കിൽ രോഗം പോകാൻ. അതിന് ഈ പഞ്ചമഹായജ്ഞങ്ങളും ഏറ്റവും പ്രസക്തങ്ങൾ. ഇതൊന്നും ചികിത്സാശാസ്ത്രത്തിലേക്ക് വന്നില്ല. ചികിത്സാശാസ്ത്രത്തിൽ ഔഷധ കൽപ്പനയിൽ വരുന്നത് ശമന ചികിത്സയാണ്. ഔഷധങ്ങൾ ഉപയോഗിച്ച് അത് മൂന്ന്. ഒന്ന് ദൈവീ ചികിത്സ, രണ്ട് മാനുഷീ ചികിത്സ, മൂന്ന് ആസുരീ ചികിത്സ. ദൈവങ്ങളെ ചികിത്സിക്കുന്നത്, മനുഷ്യന്മാരെ ചികിത്സിക്കുന്നത്, അസുരന്മാരെ ചികിത്സിക്കുന്നത് അല്ല. ഈ പദം കേൾക്കുമ്പോൾ അങ്ങനെയൊക്കെ ധരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളുടെ ശരീരം ഏതേത് ഘടകങ്ങളാലാണോ ഉണ്ടാക്കിയിരിക്കുന്ന, ഏത് വാതവും പിത്തവും കഫവുമാണോ, ഏത് ആകാശധാതുവും വായുധാതുവും അഗ്നിധാതുവും ജലധാതുവും പൃഥ്വിധാതുവുമാണോ ഉൾക്കൊള്ളുന്നത്, അതിനനുഗുണങ്ങളായ ഖനിജങ്ങൾ, മർക്കുറി, രസം, ഇന്നൊന്നിലൊന്നും അല്ല ഇത് കണ്ടുപിടിച്ചത്. അത് ശിവന്റെ ബീജമാണെന്നും ഗന്ധകം പാർവതിയുടെ രക്തമാണെന്നും രസഗന്ധകാദികൾ ഉപയോഗിച്ച് ഏത് രോഗവും മാറ്റാമെന്നും രസേശ്വരവാദത്തിൽ പറയും. വിപുലമായൊരു ശാസ്ത്രശാഖയാണ്. ഏതാണ്ട് 1000-ഓളം പുസ്തകങ്ങൾ ഒരുവനാണ് ഇപ്പോ. അതിലേതാണ്ട് അവയുടെ സംജ്ഞകൾ ഉണ്ടെങ്കിലും ഏതാണ്ട് 150-ഓളം എണ്ണം പ്രിന്റിങ്ങിൽ കിട്ടും. ബാക്കിയുള്ളവ 1000-ഓളം വരുന്നവയുടെ പേരുകളേ ഉള്ളൂ, കയ്യിലില്ല.
ഇതൊരു പ്രിന്റിങ്ങിലില്ല. 150ഓളം എണ്ണം പ്രിന്റിങ്ങിലുണ്ട്. ഏറ്റവും ശ്രദ്ധേയം നാഗാർജുനന്റെ രസവൈശേഷികവുമാണ്. ബോധം കെടുത്താനുള്ള ഔഷധം വരെ, ചൈതന്യ നിഹന്ത്രുകം വരെ. രസത്തിന്റെ പ്രയോഗങ്ങൾ, രസം എന്ന് പറഞ്ഞാൽ മക്കുറി, രസവും മറ്റ് ദ്രവ്യങ്ങളും സ്വർണവും രസവും ചേർന്നാൽ അത് കുപ്പിഭാഗമാക്കി അതിനെ സമ്പുടീകരണം ചെയ്ത് എടുക്കുന്ന സിദ്ധ മകരധ്വജാദികളുടെ പ്രയോഗം. ആധുനിക വൈദ്യശാസ്ത്രത്തില് മസ്തിഷ്കത്തിന്റെ കുറെ കോശങ്ങള് പുനർജനിയുള്ളവയല്ല. ബ്രെയിൻ സെൽസ്, അവയ്ക്ക് കോട്ടം വന്നാൽ അവ വീണ്ടും റിജുവനേറ്റ് ചെയ്യാൻ കഴിയില്ല. എന്നാൽ ചരകനും സുശ്രുതനുമൊക്കെ കണ്ടെത്തിയ ഏറ്റവും ഉന്നതമായ ഒരു ബ്രെയിൻ ടോണിക് കുപ്പിപക്വ രീതിയിലെടുത്ത സിദ്ധ മകരധ്വജം, ഇതിൽ സ്വർണവും മെർക്കുറിയും കലർന്നിട്ടുണ്ട്, റിജുവനേറ്റ് ചെയ്യും. കേരളത്തിലെ അതിനിഷ്ണാതനായ ഒരു ന്യൂറോ സർജന്റെ പരീക്ഷണശാലയിൽ തന്നെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒന്നാണിത്. കേരളത്തിലെ തന്നെ. കാരണം മസ്തിഷ്കത്തിലെ സെല്ലുകൾ അദ്ദേഹം എടുത്ത് കളഞ്ഞതാണ്. ആക്സിഡന്റ്, വണ്ടിയിടിച്ച് വീണ ഒരു വൃദ്ധന്റെ സെല്ല് അദ്ദേഹം കൈകൊണ്ട് എടുത്ത് കളഞ്ഞതാണ് പുറത്ത് ഓപ്പറേഷൻ. അദ്ദേഹം പറഞ്ഞു, ഞാനാ എടുത്ത് കളഞ്ഞ്, ഇനി അത് പുനർജനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് നേരിട്ട് പറഞ്ഞതാണ് വേറൊരു ബിഷപ്പുകാരനോട്. അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ നഴ്സുമാരെ കൊണ്ട് ICUവിൽ കിടത്തി കൊടുത്ത് റിജുവനേറ്റ് ചെയ്ത് ഡിസ്ചാർജ് ചെയ്ത കേസുണ്ട്. അവിടുന്ന് അങ്ങോട്ട് അതിന്റെ പരീക്ഷണങ്ങള് മസ്കുലർ ഡിസ്ട്രോഫിയിലും മറ്റും, അവിടെയും ഈ മസ്തിഷ്ക കോശങ്ങൾക്കാണ് ബാധയുണ്ടാകുന്നത്. അപ്പൊ ഇത് അന്ന് രസവും സ്വർണമൊക്കെ ചേർത്താ ഉണ്ടാകും. മകരധ്വജങ്ങൾ സ്വർണത്തിന്റെയും വെള്ളിയുടെയും ചെമ്പിന്റെയും പിത്തളയുടെയും ഈയത്തിന്റെയും നാഗത്തിന്റെയും വങ്കത്തിന്റെയും ഒക്കെ ഭസ്മങ്ങൾ കുടഭാഗത്തില്. അവ നമ്മുടെ കോശങ്ങളെ, ആന്തര അവയവങ്ങളെ, അവയ്ക്കുണ്ടാകുന്ന രോഗങ്ങളെയൊക്കെ എങ്ങനെ ചികിത്സിക്കാം എന്ന ശാസ്ത്രശാഖയാണ് ദൈവീ ചികിത്സ. കുടഭാഗത്തില് ഈ ലോഹങ്ങളും മെറ്റലർജി എന്ന് ഇംഗ്ലീഷിൽ പറയാം, അതാണ് ദൈവീ ചികിത്സയിൽ വരുന്നത്. മനുഷ്യന് കഴിക്കാവുന്ന ഭാഗത്തിൽ സ്വർണ്ണം എത്തിക്കുക. ഇപ്പൊ അങ്ങാടിക്കടയിലും കിട്ടും സ്വർണം. 300 രൂപയ്ക്ക് ഏതാണ്ട് 300 പേരുള്ളൊരു ബുക്കാ സ്വർണം കിട്ടുന്നത്. അത് വർണ്ണ പേപ്പറാ. സ്വർണം ചേർത്ത് കഷായമൊക്കെ നോക്കുമ്പോ അതാ പൊടിച്ചിരുന്നത്. അതുകൊണ്ട് മാറ്റമൊന്നും വരികയില്ല. കഷായത്തിന് വൈദ്യന്മാർ കുറിക്കും, സ്വർണം തകരം എന്നൊക്കെ കുറിക്കും. അങ്ങാടിക്കടയിൽ ചെന്ന് സ്വർണവും തകരവും ഒക്കെ ചോദിക്കും. തകരം ഒരു മരുന്നാണ്, പച്ചമരുന്നാണ്, വേരാണ്. സ്വർണം എന്ന് പറയുന്നത് സ്വർണം തന്നെയാണ്. പക്ഷെ സ്വർണം ചോദിച്ചാൽ ഉടനെ സ്വർണ്ണ നിറത്തിലൊരു പേപ്പർ കഷ്ണം തരും, ചുരുട്ടിയിലിട്ടോളാൻ പറയും. വെളിയിൽ നിന്ന് വരുന്ന, ഫോറിനിൽ നിന്ന് വരുന്ന 300 രൂപ ഒരു 300 രൂപയുടെ ബുക്കിന് തന്നെ ഉള്ളൂ. അതെന്ന് കീറിയാ തരുന്നത്. എന്നിട്ട് സ്വർണം ചേർത്ത് കഴിച്ചു എന്ന് പറയും. സ്വർണം ചേർത്ത സാരസ്വാരിഷ്ടം ഇന്ന് ആയുർവേദ കമ്പനികൾ ഉണ്ടാക്കുന്ന കെമിസ്ട്രികളെ വെച്ചാണ്, വൈദ്യന്മാരല്ല. വൈദ്യന്മാരെ ലൈസൻസിന് കസേരയിലെത്തുകയുള്ളൂ ഇവിടുത്തെ ഏറ്റവും പേരുകേട്ട ആയുർവേദ സ്ഥാപനങ്ങൾ. അവരോട് പറയും ഇങ്ങോട്ട് നോക്കരുതെന്ന്. കാരണം ആയുർവേദ സ്ഥാപനങ്ങളെ ഭരിക്കുന്നത് MBA-കാരാണ്. മനസ്സിലായില്ല? അലോപ്പതി ഹോസ്പിറ്റലുകളെ ഭരിക്കുന്നതും MBA-കാരാണ്, ഡോക്ടർമാരല്ല. നിങ്ങൾ തെറ്റിദ്ധാരണയൊന്നും വേണ്ട. ഹോസ്പിറ്റൽ ലാഭത്തിൽ ഓടണമെങ്കിൽ MBA-കാരൻ വേണം അതിന്റെ മുകളിൽ. എല്ലാത്തിന്റെയും ഫിനാൻസ് കൺട്രോൾ ചെയ്യുന്ന ഫിനാൻസ് കൺട്രോളറാണ്.
കേരളത്തിലെ എല്ലാ ആയുർവേദ, അലോപ്പതി, വൈദ്യശാസ്ത്ര രംഗങ്ങളും ഭരിക്കുന്നത് വൈദ്യവുമായി ബന്ധമുള്ളവരല്ല. അയാളെ കണ്ട് ഫിനാൻസ് മാനേജ്മെന്റിന് ചെല്ലുമ്പോ അയാൾ എഴുതി കൊടുക്കും, ഇത്ര രൂപ തൊഴിലാളികളുടെ കൂലി, ഇത്ര രൂപ അഡ്വർടൈസ്മെന്റ്. ആദ്യം എഴുതുന്ന അഡ്വർടൈസ്മെന്റാ ചെലവാണെങ്കിൽ. ആകെ വരുമാനത്തിന്റെ 30% അഡ്വർടൈസ്മെന്റ്, 15% തൊഴിലാളികളുടെ കൂലി, ബോണസ് എല്ലാം. അപ്പൊ എത്രയായി? 45 ഒരു 40% ഡീലർക്കുള്ള കമ്മീഷനും കാഷ് പ്രൈസും എല്ലാം കൂടെ എത്രയായി? 85. ലാഭം നമുക്ക് ഒരു 10%, എത്രയായി? 95. ഇത്ര എഴുതി കഴിഞ്ഞ് പറയും 5% കൊണ്ട് ഇതിനുള്ള മറ്റീരിയൽ വാങ്ങിച്ച് ശരിയാക്കി മരുന്ന് കൊടുത്തേക്കാൻ. 100 രൂപയുടെ കഷായത്തിനകത്ത് 5 രൂപയുടെ മരുന്നേ ഉള്ളൂ. അത് കമ്മ്യൂണിസ്റ്റ് പിള്ളയായാലും മതി. മാനേജ്മെന്റ് ഇതാണ്. മനസ്സിലാവുമെന്നറിയില്ല. ഏത് കമ്പനി കയറി നിങ്ങൾക്ക് നോക്കാം ഇങ്ങനെയാണോ. ഏതാണ് ഇട്ടാലും ഇങ്ങനെയല്ലാതെ ചെയ്യാൻ പറ്റില്ല. കാരണം 30% കമ്മീഷനും 5% കാഷ് ഡിസ്കൗണ്ടും അല്ലേ എല്ലാം. വലിയ വലിയ ആശുപത്രിയിലാണെങ്കിൽ പറയുന്നത് ബന്ധുക്കളെ നോക്കി നന്നായി ചിരിച്ചോണമെന്ന നഴ്സുമാരോടും ഡോക്ടറോടും. അവനാ ബില്ല് പേ ചെയ്യുന്നത്, രോഗിയല്ല. രോഗിയെ നോക്കി ചിരിക്കണ്ട. രോഗി അവന് തന്നെ ഭാരമായോണ്ട് അവന്റെ മുമ്പിൽ വെച്ച് 4 ചീത്ത വിളിച്ചോളാണ്. കാരണം ഇത് MBA മാനേജ്മെന്റാണ്. ഈ കാലത്ത് ഈ പൗരാണിക ചിന്തയ്ക്ക് പ്രസക്തി ഉണ്ടാവുമോ? ഞാൻ വന്നിരുന്നിപ്പോ ഇങ്ങനെ പറഞ്ഞാൽ, കാരണം ഇതിനകത്ത് MBA ഇല്ല. ചരകനും സുശ്രുതനും ഒന്നും അത് പാസ്സായില്ല. അവര് കളിച്ച ആ ലോകവുമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവരിത് രൂപപ്പെടുത്തുമ്പോ എങ്ങനെ ഇതുണ്ടാക്കാം? അപ്പൊ ആധുനിക സ്ഥലത്ത് അക്വാ റീജിയയിൽ സ്വർണം ലയിപ്പിച്ച മരുന്നാക്കുന്നത്, സരസ്വരിഷ്ടത്തിലും മറ്റും. അവർ ലയിപ്പിച്ചത് കഷായത്തിനകത്താ. അതതിന്റെ വ്യത്യാസം. അപ്പൊ അക്വാ റീജിയയിൽ ലയിപ്പിച്ചത് കഴിച്ച് കുളമായി കിഡ്നിയൊക്കെ പോയെങ്കിൽ ചരകന്റെയും സുശ്രുതന്റെയും കുറ്റമല്ല. അത് ചെയ്യേണ്ട പോലെ ചെയ്യണം. ഈ ഭസ്മീകരണം, ഈ സാധനങ്ങൾ ഉപയോഗിച്ചുള്ള ഔഷധങ്ങൾ എല്ലാം അടങ്ങുന്ന ശാസ്ത്രശാഖ ദൈവീ ചികിത്സ. അതില് ഭൈഷജ്യ രത്നാവലിയിൽ ഒരു രംഗം തന്നെയുണ്ട്. വീട്ടിൽ പോയി ഭൈഷജ്യ രത്നാവലി ഉണ്ടെങ്കിൽ എടുക്കുക, ഇല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരെണ്ണം വാങ്ങിക്കുക. ഭൈഷജ്യ രത്നാവലി 2ാം ഭാഗമാണെന്ന് തോന്നുന്നു. കേരളത്തിൽ മലയാളത്തിൽ പ്രിന്റ് ചെയ്തിരിക്കുന്ന 1ഉം 2ഉം ഭാഗമായിട്ടാ, അല്ലാത്ത ഒറ്റ ഭാഗമായിട്ടാ. അതിൽ ഉരോഗ്രഹം എന്നൊരധ്യായമുണ്ട്. അതിൽ ഉരസ്തോയ ലക്ഷണം എന്നൊരു സബ് ടൈറ്റിലാണ്. ഉരോഗ്രഹത്തില് ഉരസ്തോയം.